ഹലോ, നമുക്കിന്ന് സോപ്പുകളെക്കുറിച്ച് സംസാരിക്കാം. പ്രത്യേകിച്ചും കുളിക്കുവാനുള്ള സോപ്പുകളെക്കുറിച്ച്. SB വ്യൂസ് ആൻഡ് റിവ്യൂസ് എന്ന ഈ ചാനലിൻ്റെ മറ്റൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി വാം വെൽക്കം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കുളിക്കുവാൻ വേണ്ടി നാം പല തരത്തിലുള്ള സോപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. അവ പല തരത്തിലും പല ആകൃതിയിലും പല വലിപ്പത്തിലും വരുന്നുണ്ട്. സോപ്പുകൾ ജെല്ലായും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. സോപ്പുകളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം, അതായത് ബാത്തിങ് ബാറുകളെന്നും ടോയ്ലറ്റ് സോപ്പുകളെന്നും. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ചില സോപ്പുകൾ നമ്മുടെ ശരീരത്തിലെ അഴുക്ക് നീക്കം ചെയ്യുക എന്ന ജോലി മാത്രമാണ് ചെയ്യുന്നത്. അവ ടോയ്ലറ്റ് സോപ്പുകളാണ്. അവ നമ്മുടെ തൊലി വളരെ ഡ്രൈ ആയും ഹാർഡാക്കുകയും മറ്റു ചിലവ നമ്മുടെ തൊലിയുടെ സ്വാഭാവിക മിനുസവും സ്നിഗ്ധതയും നിലനിർത്തുകയും ചെയ്യുന്നു. TFM ആണ് ഇത്തരം സോപ്പുകളുടെ ഈ സ്വഭാവം നിർണ്ണയിക്കുന്നത്. TFM എന്നാൽ ടോട്ടൽ ഫാറ്റി മാറ്റർ. TFM കൂടുതലാണെന്ന് പറയുമ്പോൾ അതിൽ വെളിച്ചെണ്ണ, ഗ്ലിസറിൻ, അലോവേര, ഒലിവ് ഓയിൽ എന്നിവയുടെ കണ്ടന്റ് കൂടുതലാണെന്ന് അർത്ഥം. TFM കൂടുതലുള്ളൊരു സോപ്പ് നാം ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ തൊലിയുടെ സ്വാഭാവികമായ എണ്ണമയം നഷ്ടപ്പെടുത്താതെ തൊലിയെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്നു. ഇത്തരം സോപ്പുകൾക്ക് മോയ്സ്ചറൈസിങ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. കടയിൽ പോയി നാം സോപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ അതിലുള്ള മാനുഫാക്ചറിങ് ഡേറ്റ്, അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ്, അതിൻ്റെ TFM മുതലായവ നാം വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ സ്വാഭാവിക സവിശേഷതകളും പരിഗണിക്കേണ്ടതാണ്. മാർക്കറ്റിൽ ഇപ്പോൾ ബണ്ടിൽ സോപ്പുകൾ വരെ അവൈലബിൾ ആണ്. അതായത് ഒരു പാക്കറ്റിൽ കൂടുതൽ എണ്ണം സോപ്പുകൾ ഉണ്ടാവുന്ന പല ഓഫറുകളും നമുക്ക് ലഭ്യമാണ്. 4 ആളുകളുള്ള ഒരു കുടുംബത്തിൽ ഇത്തരം സോപ്പുകൾ ശരിക്കും അനാവശ്യമാണെന്ന് തന്നെ പറയാം. സോപ്പുകൾ വീട്ടിലിരുന്ന് പഴകും തോറും അതിൻ്റെ ഗുണവും മണവും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഒരാൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു ബാത്റൂമിൽ 75 ഗ്രാമിൻ്റെയൊക്കെ ഒരു സോപ്പ് ധാരാളം മതിയാകും. സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായി തന്നെ ഡ്രൈ ആവേണ്ടതാണ്. അതൊരു എയർ ടൈറ്റായ കണ്ടെയ്നറിൽ അടച്ചു വയ്ക്കാതിരിക്കുക. സോപ്പിൻ്റെ പരസ്യത്തിലും അതിൻ്റെ മണത്തിലും മയങ്ങി വീഴാതെ നല്ല സോപ്പുകൾ തിരഞ്ഞു നോക്കിയെടുക്കുക. കാരണം അത് നമ്മുടെ തൊലിയുടെ സംരക്ഷണത്തിനുള്ളതാണ്.